ഒട്ടുമേ പ്രതീക്ഷിക്കാതെ കയറിയ ഒരു കഫേയാണ് ട്ടോ ഇത്. ഈ ഒരു കഫേയുടെ എസ്തെറ്റിക്സ് എന്നെ നന്നായിട്ട് അട്രാക്ട് ചെയ്തായിരുന്നു. സാധാരണ നമ്മൾ കണ്ടുവരുന്ന കഫേസിനെക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ആ ഡിഫറൻസ് അമ്മയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇത് താഴെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാനും ബ്രദറിലോവും അമ്മയും കൂടിയിട്ട് ഒരാവശ്യത്തിന് പുറത്തിറങ്ങിയതായിരുന്നു. നമ്മുടെ കയ്യിൽ വേണ്ടുവോളം സമയം ഉണ്ടായിരുന്നതുകൊണ്ട് എന്നാ പിന്നെ ജസ്റ്റ് ഒരു കോഫിക്ക് കുടിച്ചിരിക്കാന്ന് ഓർത്ത് കയറിയതാണ്. പക്ഷെ ഇവിടെ കോഫിയും ടീയും ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് പേസ്ട്രീസും പിന്നെ ഷേക്സും ആണ് ഉണ്ടായിരുന്നത്. എന്നെ ഹാപ്പി ആക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം മതിയായിരുന്നു. ചേട്ടന് ഹാപ്പി ആയിരുന്നു. അമ്മയാണ് ചെറുതായിട്ടൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആയത്. ആൾക്ക് ടീയും കിട്ടിയില്ല, ആൾക്ക് എസ്തെറ്റിക്സ് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത്തെ തറയിലിരുന്നത് അമ്മയ്ക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടില്ല കേട്ടോ. ഞങ്ങൾ കഴിച്ചത് ടെൻഡർ കോക്കനട്ട് ചീസ് കേക്കും മാംഗോ ചീസ് കേക്കും കിറ്റ്കാറ്റ് ഷേക്കും ആണ്. മൂന്നും നല്ലതായിരുന്നു. അങ്ങനെ വലിയ വാവ് ഫാക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കൊള്ളാം, കഴിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്, പറ്റിയ ഫുഡുമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. ഈ ഒരു ടെൻഡർ കോക്കനട്ട് ചീസ് കേക്കിൻ്റെ മുകളിലായിട്ട് നല്ല ഹാർഡായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. എന്തായാലും അത് ചേട്ടനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ടേസ്റ്റ് ചെയ്തിട്ട് മുഖം കണ്ടാലറിയാം നല്ല കട്ടിയുള്ള എന്തോ സംഭവമായിരുന്നു. പക്ഷെ ആൾ ക്രിസ്പി ആയിരുന്നു എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മധുരം തന്നെയാണ്. പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി. അമ്മ എഴുന്നേൽക്കാനൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അമ്മ മാത്രമല്ല, ചേട്ടനും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഈ തറയിലിരിക്കുമ്പോൾ ശീലമില്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാണല്ലോ. ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്ന് ഞങ്ങൾ പേസ്ട്രിയും ഷേക്കൊക്കെ കഴിച്ച് വീട്ടിൽ പോയിട്ടോ.